ഈ അടുത്ത കാലത്തായി കൊലപാതകത്തെക്കുറിച്ച് പല വാർത്തകൾ വന്ന ഒരു സ്ഥലമാണ് ആലപ്പുഴ. വിവിധ തരത്തിലെ കൊലപാതകങ്ങൾ, അതിൽ പരിശോധനകൾ, തെളിവെടുപ്പുകൾ, അന്വേഷണങ്ങൾ. പക്ഷേ കഴിഞ്ഞ 17-ാം തീയതി, അതായത് ഓഗസ്റ്റ് 17 ഞായറാഴ്ച, ഒരു കൊലപാതക വാർത്ത പുറത്തു വന്നു. ആലപ്പുഴ തോട്ടപ്പള്ളി ഒറ്റപ്പനയിൽ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന 62-കാരിയായ റംലത്ത് എന്നയാൾ മരണപ്പെട്ടു. പോലീസ് എത്തി അന്വേഷണം ആരംഭിച്ചപ്പോഴാണ് അറിയുന്നത് ഇത് മരണമല്ല, കൊലപാതകമാണ്. സംഭവം കൊലപാതകമാണ് എന്ന് സ്ഥിരീകരിക്കുന്നതിലേക്ക് പോലീസ് എത്തുന്നത് ചില സാഹചര്യങ്ങളാണ്. പോലീസ് ഈ സംഭവം നടന്ന വീട്ടിലെത്തുമ്പോൾ മുളകുപൊടി വിതറിയിരിക്കുന്ന കാഴ്ച കാണുന്നു. മുൻവാതിൽ അടഞ്ഞു കിടക്കുന്നു, വീടിന്റെ പിൻവാതിൽ തുറന്നു കിടക്കുന്നു. ആകെ പോലീസ് കാണുമ്പോൾ ഇതൊരു കൊലപാതകത്തിന്റെ പ്രതീതി. അവിടെ നടന്നതായി പോലീസ് വിലയിരുത്തുന്നു, അത് സ്ഥിരീകരിക്കുന്നു, കൊലപാതകമാണ് എന്ന് പോലീസ് ഉറപ്പിക്കുന്നു. അപ്പോൾ പോലീസ് അന്വേഷണം ആരംഭിച്ചു. പോലീസ് അന്വേഷണം ആരംഭിക്കുമ്പോൾ ഈ റംലയുടെ ശരീരത്തിൽ നിന്ന് സ്വർണം മോഷണം പോയി എന്നാണ് പോലീസ് ആദ്യം കണ്ടെത്തുന്നത്. ആ അന്വേഷണം ഊർജിതമാക്കുമ്പോൾ പോലീസ് ഈ നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന സ്വർണം അലമാരയിൽ നിന്ന് കണ്ടെടുക്കുന്നു. അതുകൊണ്ട് മോഷണം നടന്നിട്ടില്ല എന്നതിലേക്ക് പോലീസ് എത്തുന്നു. പിന്നീട് പോലീസ് പരിശോധിക്കുന്നത് ഇവരുടെ ഫോണാണ്. ആ ഫോൺ പരിശോധിക്കാൻ ഈ ഫോൺ ഓഫായ നിലയിലാണ്. അതുകൊണ്ട് ഫോൺ അവിടെയില്ല. ഫോൺ നിശബ്ദവുമാണ്. അങ്ങനെ അന്വേഷണം ആ ഘട്ടത്തിൽ മാറുമ്പോൾ നിരവധി പേരെ ചോദ്യം ചെയ്യുന്നു, പലരെയും സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്നു. അയൽവാസികൾ, നാട്ടുകാർ, അങ്ങനെ പല ആളുകളെയും പലതരത്തിൽ ചോദ്യം ചെയ്യുന്നു, പലതരത്തിൽ സംശയിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തൊട്ടടുത്ത പള്ളിയിലെ ജീവനക്കാരനായിരുന്ന അബൂബക്കർ എന്നയാൾ, അദ്ദേഹം ഇവിടെ എത്തിയതായി പോലീസിന് വിവരം ലഭിക്കുന്നതും അദ്ദേഹമാണ് ഇവർ മരണപ്പെട്ട വിവരം പുറത്തറിയിക്കുന്നതും. അദ്ദേഹത്തെ ചോദ്യം ചെയ്ത് പോലീസ് ഒരു നിഗമനത്തിലെത്തി, അദ്ദേഹമാണ് കൊലപാതകിയെന്ന്. ആ മനുഷ്യനെ കൊലപാതകയാക്കി പോലീസ് കേസ് മുന്നോട്ട് കൊണ്ടുപോയി. അന്വേഷണം അതിന്റെ മുന്നിലേക്ക് നീങ്ങുന്ന ഘട്ടത്തിൽ സ്വാഭാവികമായും തെളിവെടുപ്പടക്കം ആരംഭിച്ചു. അദ്ദേഹം കൊലപാതകയായി ചിത്രീകരിക്കപ്പെട്ടു. മാധ്യമങ്ങളിൽ അദ്ദേഹം കൊലപാതകയായി രംഗത്ത് വരികയും ഒക്കെ ചെയ്തു. അങ്ങനെ മാധ്യമങ്ങളിൽ വാർത്ത നിറഞ്ഞതോടുകൂടി റംലത്തിന്റെ കൊലപാതകയെ പിടിച്ചു. അബൂബക്കർ എന്ന പള്ളിയിലെ ഒരു ജീവനക്കാരനായിരുന്നു എന്നായിരുന്നു പോലീസിനെ കണ്ടെത്തൽ. ഇത് മുന്നോട്ട് നീങ്ങുമ്പോഴാണ് ഈ ടെലിഫോൺ ഓണാകുന്നത്. അതായത് റംലയിൽ നിന്നും നഷ്ടപ്പെട്ടു എന്ന് പോലീസ് കരുതിയ ഫോൺ ഓണാകുന്നു. ഈ ഫോൺ ഓണാകുമ്പോൾ പോലീസ് പരിശോധിക്കുമ്പോൾ ഇതിന്റെ ടവർ ലൊക്കേഷൻ കാണിക്കുന്നത് കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയാണ്. അങ്ങനെ പോലീസിന്റെ അന്വേഷണം മുന്നോട്ട് നീങ്ങുമ്പോൾ ഈ ടെലിഫോൺ കയ്യിലുള്ളയാൾ, അതായത് ഈ ഫോൺ കൈവശം വെക്കുന്നയാളെ കസ്റ്റഡിയിലെടുക്കുന്നു. ആ കസ്റ്റഡിയിലെടുക്കുന്നത് തൃക്കുന്നപ്പുഴ സ്വദേശിയായ സൈനുല്ലാബ്ദീനും ഭാര്യ അനീഷി. അവരെ കരുനാഗപ്പള്ളിയിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുമ്പോഴാണ് ഇവർ ഈ ഫോണുമായി ഇവിടെ നിന്ന് മടങ്ങിപ്പോയത് എന്ന് പോലീസ് കണ്ടെത്തുകയാണ്. ഇവരുടെ കയ്യിൽ നിന്ന്, റംലയുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട ചില സ്വർണങ്ങൾ ലഭിക്കുകയും ചെയ്തു. ആ ലഭിച്ച സ്വർണങ്ങൾ പണയപ്പെടുത്തിയെന്നോ അത് വിൽപ്പന നടത്തിയെന്നോ അടക്കമുള്ള വിവരങ്ങൾ പോലീസിന് ലഭിക്കുകയും ചെയ്തു. ഇങ്ങനെ പോലീസ് ലഭിച്ച് ഇവരെ വിശദമായി ചോദ്യം ചെയ്യുമ്പോഴാണ് പോലീസിന് മനസ്സിലാക്കുന്നത് യഥാർത്ഥ കൊലപാതകികൾ ഇവരാണ് എന്ന്. അതായത് ഈ വീട്ടിൽ മോഷണം നടത്താൻ കയറി മോഷണം നടത്തുന്നതിനിടയ്ക്ക് കൊലപാതകം നടത്തിയതാണ് എന്നൊരു സ്ഥിരീകരണത്തിലേക്ക് പോലീസ് എത്തുന്നത്. പിന്നെയാണ് വമ്പൻ ട്വിസ്റ്റ് ഉണ്ടാകുന്നത്. അതായത് പോലീസ് കൊലപാതകയെ കണ്ടെത്തി, കൊലപാതകയെ ആരാണെന്ന് പറഞ്ഞു, അദ്ദേഹത്തെ വെച്ച് തെളിവെടുപ്പ് നടത്തി, അദ്ദേഹത്തെ ജയിലിലാക്കിയതിനു ശേഷമാണ് മറ്റ് 2 പേരെ പിടിയിലാകുന്നതും അവർ കൊലപാതകയാണെന്ന് പോലീസിന് മനസ്സിലാകുന്നതും. അപ്പോൾ പോലീസിന് സംഭവിച്ച വീഴ്ച ഗുരുതരമാണ്. അതായത് അബൂബക്കർ എന്നയാളെ കൊലപാതകയാക്കി ചിത്രീകരിച്ച് അദ്ദേഹത്തിന് വേണ്ടി കേസ് ഫയൽ ചെയ്ത് ആ കേസ് കോടതിയിൽ സമർപ്പിച്ച് അദ്ദേഹം റിമാൻഡിൽ കഴിയുന്ന സന്ദർഭത്തിൽ മറ്റ് 2 പേർ പ്രതികളായി പിടിക്കപ്പെടുന്നു. അപ്പോൾ സ്വാഭാവികമായും ആദ്യം പിടിക്കപ്പെട്ടയാൾ കൊലപാതകയല്ലാതായി മാറുന്നു എന്ന വലിയ സത്യം പോലീസ് തന്നെ തിരിച്ചറിയുകയാണ്. ഈ സത്യം പറയുന്നത് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി MP മോഹനചന്ദ്രൻ. അബൂബക്കറിന്റെ എൻട്രി ഉണ്ട് അവിടെ. അബൂബക്കറിന്റെ എൻട്രി അറൗണ്ട് ഒരു 11-12 o'clock ഒരു എൻട്രി ഉണ്ട് അബൂബക്കറിന്റെ. അവർ കൺസിഡറബിൾ ടൈം അവിടെ ചെലവഴിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് അതിന് മുമ്പ് CDR നോക്കിയ സമയത്തും അതിന് മുമ്പ് ഒരു 10-11 മണിയായപ്പോൾ ആ നമ്പറിലേക്ക് വിളിച്ചിട്ട് ഒരുപക്ഷെ വാതിൽ ഓർക്കാൻ വേണ്ടിയിട്ടാണ് അതിലൊരു കോളുണ്ട്. അങ്ങനെ അവിടെ പോയതായിട്ടും അതിന് ശേഷം അബൂബക്കർ അവിടുന്ന് മടങ്ങി വന്നതായിട്ടും എല്ലാം മനസ്സിലായിട്ടുണ്ട്. അബൂബക്കറോട് ഞാൻ ചോദിച്ചതാണ്. അപ്പോൾ ഈ ഇവര് സമ്മതിച്ചെന്ന് കറസ്പോണ്ടിങ് ആ സ്ത്രീയുടെ ഫോൺ സീസ് ചെയ്തിട്ടുണ്ട്. ഇവര് സമ്മതിക്കുന്നുണ്ട്. കൺക്ലൂസീവ് സൈനുലാബ്ദീനും വൈഫുമാണ് ചെയ്തിരിക്കുന്നത്. അപ്പോഴും പോലീസിന് കാര്യങ്ങൾ ലാഘവത്തോടെയാണ് കാണാനാവുന്നത്. കാരണം
തങ്ങൾ പിടിച്ചയാൾ പ്രതിയല്ല എന്ന് മനസ്സിലായിട്ടും ആ അമളി പുറത്തു പറഞ്ഞ് ആ പ്രധാനപ്പെട്ടയാൾ, അതായത് ആദ്യം അറസ്റ്റ് ചെയ്യപ്പെട്ട ജയിലിലായ അബൂബക്കറിനെ വിട്ടുകിട്ടുക അല്ലെങ്കിൽ പുറത്തേക്ക് ഇറക്കുക എന്ന ശ്രമത്തിനു പകരം അബൂബക്കറിന്മേൽ മറ്റു ചില കുറ്റങ്ങൾ കൂടി ചുമത്തി അദ്ദേഹത്തെ ജയിലിലാക്കാൻ മറുവശത്ത് പോലീസ് ശ്രമിക്കുകയും ഇപ്പുറത്ത് കൊലപാതകി ആരാണ് എന്ന് പറഞ്ഞ് അവരെ അറസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. ഇപ്പോഴും അവരെ വീണ്ടെടുത്ത് ചോദ്യം ചെയ്ത് തെളിവെടുപ്പിലേക്ക് പോലീസ് കടന്നില്ല. ആദ്യത്തെ പ്രതിയെ ലഭിച്ചപ്പോൾ തന്നെ വേഗത്തിൽ തെളിവെടുപ്പടക്കം പൂർത്തിയാക്കിയ പോലീസ് ഇപ്പോൾ ഇവരെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള ശ്രമമാണ് എന്നാണ് പോലീസിനെ ബന്ധപ്പെടുമ്പോൾ മനസ്സിലാകുന്നത്. മറുവശത്തോ അബൂബക്കർ ജയിലിൽ തന്നെ കഴിയുന്നു. പക്ഷേ ഇന്ന് പോലീസ് ഒരു ഉപകാരം ചെയ്തു. അബൂബക്കറിനെ കൊലക്കുറ്റത്തിൽ നിന്ന് ഒഴിവാക്കി. എന്നാൽ കൊലപാതകം നടക്കുന്നതിന് മുമ്പ് നടന്ന ചില പ്രവർത്തികളിൽ അബൂബക്കർ ഉണ്ട് എന്ന് മാത്രം സ്ഥാപിച്ച് 3ാം പ്രതിയാക്കിയാണ് അബൂബക്കറിനെ ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. അതായത് 1ാം പ്രതി രണ്ടാമത് അറസ്റ്റിലായ സൈനുലാബ്ദീനും ഭാര്യ അനീഷ 2ാം പ്രതിയും 3ാം പ്രതിയായി അബൂബക്കറിനെയും മാറ്റുന്നു എന്നതാണ്. അപ്പോഴാണ് കുടുംബം വളരെ ഗൗരവത്തിൽ ഈ പ്രശ്നത്തെ ഏറ്റെടുക്കുന്നത്. അദ്ദേഹത്തിന്റെ മകൻ തന്നെയാണ് നേരിട്ട് രംഗത്ത് വരുന്നത്. തന്റെ പിതാവിനുണ്ടായ അനുഭവം, ആ അനുഭവം മറ്റാർക്കും ഉണ്ടാകാതിരിക്കാനുള്ള പ്രതികരണവുമായി അദ്ദേഹം രംഗത്ത് വന്നു. ഇതിൽ പെടുത്തുകയായിരുന്നു ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ. അദ്ദേഹം ഒരു സാധുവായ മനുഷ്യനാണ്. എനിക്ക് പറയാനാണെങ്കിൽ വാക്കുകൾ കിട്ടുന്നില്ല. സംഭവം നടക്കുന്നത് ഞാൻ ഫോണിൽ കൂടെയാണ് ഞാൻ അറിയുന്നത്. അന്ന് തന്നെ ഞാൻ വാപ്പാനെ വിളിച്ചിരുന്നു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് വാപ്പ അതിന് വീട്ടിലേക്ക് വന്നിരുന്നു. അപ്പം ഞാൻ വാപ്പടുത്ത് ഇതിനെപ്പറ്റി സംസാരിച്ചപ്പോഴത്തേക്കും കാര്യങ്ങളെല്ലാം പറഞ്ഞു. അവസാനം വാപ്പ എന്നെ എടുത്തിട്ട് കാര്യം പറഞ്ഞു, മോനെ ഇത് എന്നെ കുരുക്കാനുള്ള ഒരു ഇതിലേക്കാണ് പോകുന്നതെന്ന് വാപ്പ പറഞ്ഞു. അങ്ങനെ കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച ദിവസം ഒരു 8 മണിയായപ്പോഴത്തേക്കും അമ്പലപ്പുഴ സ്റ്റേഷനിൽ നിന്ന് തന്നെ വിളിച്ചിരുന്നു. ഞാനൊരു 9 മണിയായപ്പോഴത്തേക്ക് അവിടെ ചെന്നു. ഒരു വാപ്പിനെ കൊണ്ട് അവർ തെളിവെടുപ്പിനായിട്ട് കൊണ്ടുപോയിരിക്കുകയായിരുന്നു. അതിനുശേഷം വാപ്പിയെ കൊണ്ടുവന്നു. ഞാൻ എൻ്റെ വാപ്പാനെ കണ്ടു. അപ്പം ഞാൻ സ്വീകരണത്തിൽ സാറേ ഞാൻ വാപ്പനെ ഒന്ന് പോയി കണ്ടോട്ടെ എന്ന് ചോദിച്ചു. ആദ്യം വേണ്ടെന്ന് പറഞ്ഞു. അപ്പം എന്തിനാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സാറേ ഒന്ന് സമാധാനിപ്പിക്കാനാണെന്ന് പറഞ്ഞു. എന്നാൽ കയറി കണ്ടോളാൻ പറഞ്ഞു. എൻ്റെ വാപ്പ എന്നെ കണ്ടപ്പം കെട്ടിപ്പിടിക്കേ കരയേ വാപ്പി ചെയ്തു. മോനെ എന്നെ പെടുത്തിയാണെന്ന് വാപ്പി പറഞ്ഞിട്ടുണ്ട്. സംസ്ഥാന ആഭ്യന്തര വകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി, സംസ്ഥാന പോലീസ് മേധാവി അടക്കമുള്ള നിരവധി പേർക്ക് പരാതി അയച്ചാണ് ആ കുടുംബം നീതി തേടുന്നത്. കാരണം അകാരണമായി തന്റെ പിതാവിനെ പ്രതിയാക്കി, അതും ഒരു കൊലക്കുറ്റത്തിൽ പ്രതിയാക്കി ജയിലിൽ അടച്ചിരിക്കുന്നു. അവർ ജാമ്യത്തിനായി മറുവശത്ത് നിയമവഴി തേടുമ്പോഴും തങ്ങൾക്ക് നഷ്ടപ്പെട്ട അഭിമാനത്തെ വീണ്ടെടുക്കാൻ, തങ്ങൾ പേറേണ്ടി വന്ന ആ ദുരവസ്ഥ അത് മാറിക്കിട്ടാൻ അവർ ഇപ്പോൾ നീതി തേടുകയാണ്. മുഖ്യമന്ത്രിക്ക് മുന്നിലും സംസ്ഥാന പോലീസ് മേധാവിക്ക് മുന്നിലും ഇനി അവർ പ്രതിപക്ഷ നേതാവിനും മനുഷ്യാവകാശ കമ്മീഷനും പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയും ഒക്കെ സമീപിക്കുകയാണ്. ആ അർത്ഥത്തിൽ അവർ അവരുടെ നീതി തേടുമ്പോൾ കേരള പോലീസിന് വന്ന വീഴ്ച, ആ വീഴ്ചയെ എങ്ങനെയാണ് നമ്മൾ കാണേണ്ടത്? കാരണം ഒരു പോലീസ് അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ പെട്ടെന്നൊരാളെ പ്രതിയാക്കി കണ്ടെത്തി അവരെ കൊണ്ട് തെളിവെടുപ്പ് നടത്തി പൂർത്തിയാക്കുന്നു, പിന്നൊരു പ്രതിയെ കണ്ടെത്തുന്നു, ആ പ്രതിയാണ് കൊലപാതകി എന്ന് പറയുമ്പോഴും യഥാർത്ഥത്തിൽ നിരപരാധിയായി മാറിയ ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ കുടുക്കിയതിൽ പോലീസ് എന്ത് മറുപടിയാകും പറയുക? ആ മനുഷ്യൻ ഇനിയും അദ്ദേഹത്തിന്റെ മേൽ മറ്റേതെല്ലാം കുറ്റം ചുമത്തുമ്പോഴും അദ്ദേഹം കൊലപാതകം അല്ല നടത്തിയത് എന്ന ഒരു യാഥാർത്ഥ്യം പോലീസ് തന്നെ തിരിച്ചറിയുകയും ജില്ലാ പോലീസ് മേധാവി അത് സ്ഥിരീകരിക്കുകയും മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുകയും ഒക്കെ ചെയ്തതിനു ശേഷവും ഒരു കുടുംബം അനുഭവിക്കുന്ന പ്രശ്നം, അതായത് സംസ്ഥാനത്ത് നിരവധി തരത്തിലുള്ള പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു പള്ളിയിലെ ജീവനക്കാരനായ അബൂബക്കർ എന്ന് പറയുന്ന മനുഷ്യൻ അനുഭവിച്ച പ്രയാസത്തിന് എന്താണ് മറുപടി പറയുക? ഇക്കാര്യത്തിൽ പോലീസിന് എന്താണ് പറയാനുണ്ടാവുക? ഒരു കുടുംബം അനുഭവിക്കുന്ന ദുരവസ്ഥയ്ക്ക് പരിഹാരം കാണേണ്ടതില്ലേ?